അങ്ങനെ നമ്മുടെ ആമസോൺ പ്രൈമിനകത്ത് നമ്മുടെ സ്പൈഡർ നോയർ എന്നുള്ള സീരീസ് റിലീസ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, പലരും കണ്ട് തുടങ്ങിയിട്ട് കാണത്തുള്ളൂ. പക്ഷേ ഈ ഒരു സീരീസിനെ പറ്റി എൻ്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള റിവ്യൂ ആയിരിക്കും, ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാണാം. സ്പോയിലറോ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് പറയുന്നതായിരിക്കത്തില്ല. ജസ്റ്റ് ഈ ഒരു സീരീസിനെ പറ്റി നോൺ സ്പോയിലറായിട്ട് കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്കോളാസ് കേജ് തന്നെയാണ്. നമ്മുടെ പീറ്റർ പാർക്കർ അല്ല ഇതിനകത്ത് വരുന്നത്, ബെൻ റെയ്ലി എന്നുള്ളൊരു വേർഷൻ സ്പൈഡർമാനാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു പേര് ഇവിടെ കാണിച്ചെന്നൊക്കെ ഈ ഒരു സീരീസിനകത്ത് ടീസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞ് സ്പോയിലൊന്നും ചെയ്യുന്നില്ല. അതേപോലെ തന്നെ സ്പൈഡർമാൻ എന്നുള്ളൊരു വേർഡും ഈ ഒരു സീരീസിനകത്ത് അവർ യൂസ് ചെയ്യുന്നില്ല. അവർ ദ സ്പൈഡർ എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അപ്പം അതെന്തെങ്കിലും ക്യാരക്ടറൈസ് ഇഷ്യൂൻ്റെ പേരിൽ വല്ലതും ആയിരിക്കണം ഇങ്ങനെ ഒരു ചേഞ്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം എടുത്ത് പറയണമെങ്കിൽ മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞെന്ന് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. കാരണം നമ്മൾ മുൻ സ്പൈഡർമാൻ മൂവീസിനകത്തൊക്കെ കണ്ടിട്ടുള്ള പല ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഡിഫറൻറ്റ് വേർഷൻ നമുക്കിനകത്ത് കാണാൻ പറ്റും. പക്ഷേ ഇതിനകത്തുള്ള ഒരൊറ്റ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1930കളിൽ നടക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെയാണ് നമുക്കിനകത്ത് കാണാൻ പറ്റും. നമ്മുടെ ബെൻ റെയ്ലി എന്നുള്ള ക്യാരക്ടർ ആ ഒരു സമയത്ത് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നടക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു സീരീസ് 2 വർഷം റിലീസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കളറും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റും. ഞാൻ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കണ്ടത്, പിന്നീട് എന്തോ പോലെ തോന്നിയിട്ട് പിന്നീട് ഫുൾ കളറാണ് കണ്ട് തീർത്തിട്ടുള്ളത്. പേഴ്സണലി ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സ്പൈഡർമാൻ പ്രോജക്റ്റ് എന്ന് വേണമെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. ഒറ്റടിക്കുവാണെങ്കിൽ ഇരുന്ന് കണ്ട് തീർക്കാം. അതിൻ്റെ കൂടെ തന്നെ എടുത്ത് പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർവൽ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന പോലെ വീക്കിലി റിലീസ് അല്ല ഇത് ചെയ്തിട്ടുള്ളത്. ഒറ്റടിക്ക് 8 എപ്പിസോഡ് വരെ റിലീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സൗകര്യം പോലെ എപ്പോൾ വേണമെങ്കിലും ഇത് കണ്ട് തീർക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സീരീസ് മലയാളം ഡബ്ഡ് വേർഷൻ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. മലയാളം കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എടുത്ത് കാണാം. ക്വാളിറ്റി ഡബ്ബ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ രീതിയിൽ ഒരു പണി എടുത്തിട്ടാണ് ഈ ഒരു സംഭവം ഡബ്ബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മലയാളം വേർഷനും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരു വ്യത്യാസങ്ങളോ ചില ലാംഗ്വേജിലോട്ട് ഡബ്ബ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോപ്പർ ഫ്ലോ പോകുന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡബ്ബിംഗ് ക്വാളിറ്റി കാരണം നമുക്ക് അത്ര രീതിയിൽ പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ഈ ഒരു വർക്കും ചെയ്തു വെച്ചിട്ടുള്ളത്. ബട്ട് ടോട്ടലി ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന് മുമ്പ് വന്നിട്ടുള്ള എല്ലാ സ്പൈഡർമാൻ പ്രോജക്റ്റിനെ പോലെ തന്നെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു കിടിലൻ സ്പൈഡർമാൻ പ്രോജക്റ്റ് എന്നാണെങ്കിൽ ഇതിനടുത്ത് പറയാൻ പറ്റും. കൂടുതൽ പറഞ്ഞ് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പുതിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സീരീസ് ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ മസ്റ്റായിട്ടും കാണണം. അടിപൊളി ഒരു സീരീസ് തന്നെയാണ്. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് വരച്ചിട്ട് ബോറൊന്നും എടുപ്പിക്കുന്നില്ല. എന്തായാലും ഇതേപോലുള്ള മാർവൽ DC ഹോളിവുഡ് കണ്ടൻസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.